നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ തെരഞ്ഞെടുപ്പ് രംഗത്താണുള്ളത്. അരുൺ, ഇപ്പോൾ EP വീണ്ടും ഒരു ബോംബിട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ AK സെന്ററിലേക്ക് നേരിട്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? EP നിഷേധിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ പുസ്തകം ഇന്ന് പുറത്തു വരും. ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ്. ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തനിക്കെതിരെ തിരിയാൻ പോകുന്ന പാർട്ടിയുടെ നിലപാടിന്റെ പശ്ചാത്തലത്തിലൊക്കെ ആയിരിക്കും പക്ഷേ EP നിഷേധിക്കുന്നത്, അല്ലേ? ഇന്ന് അത്തരമൊരു പുസ്തകം ഇറങ്ങുന്നില്ല നിലപാടാണ് EP ജയരാജൻ സ്വീകരിക്കുന്നത്. തന്റെ പുസ്തകം രചനയുടെ ഘട്ടത്തിലാണ്, വീട്ടിലിരുന്ന് പുസ്തകം എഴുതുകയാണ്. അതിനപ്പുറത്തേക്കുള്ള ഇപ്പോഴത്തെ വാർത്തകളെ പൂർണ്ണമായും തള്ളുകയാണ് EP ജയരാജൻ. ഇത് കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസമാണ് EP ജയരാജന്റെ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച വരികയും അത് വലിയ വിവാദമായി മാറുകയും ചെയ്തത്. അത് വലിയ തിരിച്ചടി എന്ന് LDF-നെ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, തെരഞ്ഞെടുപ്പ് തിരിച്ചടി ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അത് എന്ന വിലയിരുത്തലുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം, 3 മണ്ഡലങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് വീണ്ടും ഇത്തരമൊരു ആരോപണം EP ജയരാജന്റെ എതിരെ ഉയരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. പക്ഷേ ആരോപണം അദ്ദേഹം തള്ളുകയാണ്. ഇന്ന് അങ്ങനെ ഒരു പുസ്തകത്തിന്റെ പ്രകാശനം നിശ്ചയിച്ചിട്ടില്ല, തന്റെ പുസ്തകം എഴുതി പൂർത്തിയാക്കിയിട്ടുമില്ല. ഇതാണ് EP ജയരാജൻ നൽകുന്ന വിശദീകരണം. ഏതായാലും ജയരാജൻ നേരത്തെ അരുണിനോട് സംസാരിച്ചിരുന്നു ഈ വിഷയത്തിൽ നിഷേധിച്ചുകൊണ്ട്. ആ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ജയരാജൻ പറയുന്നത് അങ്ങനെ ഒരു പുസ്തകമില്ല, ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അത് തെറ്റാണ് എന്നാണ്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. വാർത്ത ഞാൻ എഴുതിയതല്ല, ഞാനിപ്പോൾ ആ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രകാശനം ഇല്ല. ഇന്ന് പ്രകാശനം ഞാൻ പൂർത്തിയായിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആണ്, ഓക്കെ. അങ്ങനെ വാർത്ത വരുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. ഇപ്പൊ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായിട്ടില്ല. ഈ വരുന്ന കണ്ടന്റ് ഞാൻ എഴുതാത്തൊരു പുസ്തകത്തെ കുറിച്ച് ഇത്തരമൊരു വാർത്ത വന്നത് ഗൗരവത്തിൽ തന്നെ കാണും. ഇത് ബോധപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഇത്. തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഇങ്ങനെ ബോധപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ളൊരു കഥയാണിത്. ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. കണ്ണൂരാണ് ഉള്ളത് അല്ലേ? എല്ലാം അടിസ്ഥാന ഈ പറഞ്ഞതെല്ലാം പിന്നെ പ്രത്യേക താല്പര്യം വെച്ചുകൊണ്ട് 24 ഉപയോഗിച്ചുകൊണ്ട് ആരോ സൃഷ്ടിക്കുന്നതാണ്. ഇതാണ് ജയരാജൻ ഈ വിഷയത്തിൽ നൽകിയ വിശദീകരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ചില താല്പര്യങ്ങൾ വെച്ച് സൃഷ്ടിക്കുന്നതാണ് എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും ഇതിനൊരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം DC ബുക്സിന്റെ മേധാവികൾ പറയുന്നത്, DC ബുക്സുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ഇന്ന് തന്നെ ഈ പുസ്തകം ഉച്ചയ്ക്ക് മുമ്പ് പുസ്തകം പുറത്തു വരും എന്നുള്ളതാണ്. അത് പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൽ ചില പാർട്ടിക്ക് എതിരായ ചില പരാമർശങ്ങൾ ജയരാജന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ നമ്മളിപ്പോൾ കണ്ട PDF-ലുള്ള ഒന്ന്, അത് തന്നെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ നടപടിയിൽ വലിയ അതൃപ്തി, വലിയ വേദന തനിക്കുണ്ടായി, തന്നോട് നീതി ചെയ്തില്ല എന്ന നിലപാട് തനിക്കുണ്ട് എന്ന് തന്നെ അദ്ദേഹം സ്പഷ്ടമായി ഈ അദ്ദേഹത്തിന്റെ വരികളിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും നമുക്കതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. നമുക്ക് DC ബുക്സിന്റെ ഔദ്യോഗിക വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും വലിയ വാർത്തയായി ഇത് മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. വിവാദത്തിന് മുന്നിൽ പ്രത്യേക താല്പര്യമുണ്ട് എന്ന് പറയുമ്പോഴും ജയരാജൻ വീണ്ടും ഒരു വിവാദ നായകനായി മാറുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രാവിലെ തെരഞ്ഞെടുപ്പ് പോളിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇതിന്റെ PDF കോപ്പികളടക്കം പുറത്തു വരുന്ന സാഹചര്യം, അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, എന്താണ് അതിന് പിന്നിൽ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരണം. സൈത്ത്, ഏതായാലും നമുക്ക് വിശ്വസിക്കേണ്ടത് ഈ പുസ്തക പ്രസാധകരുടെ വാക്കുകൾക്കാണ്. ഇങ്ങനൊരു പുസ്തകമുണ്ടെന്നും അത് പരിഹരിക്കപ്പെടും, അത് പുറത്തിറങ്ങുമെന്നുമൊക്കെ അവർ കൃത്യമായി തന്നെ പറയുന്നുണ്ടോ? ഇപ്പോഴും അവരങ്ങനെ ആവർത്തിക്കുകയാണ്. പക്ഷേ EP ജയരാജൻ അങ്ങനെ ഒരു പുസ്തകമില്ല എന്ന് നിഷേധിക്കുന്നിടത്തോളം അദ്ദേഹത്തിന്റെ വാക്കിന് നമുക്ക് പ്രാധാന്യം കൊടുക്കാം. എന്തായാലും നിയമ നടപടികൾക്ക് ഒരുങ്ങുന്നു എന്നതാണ് EP ജയരാജൻ നടത്തുന്ന വിശദീകരണം. അദ്ദേഹം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരമൊരു വാർത്ത വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അത് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഗൂഢാലോചനയാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ വാദം. എന്തായാലും അദ്ദേഹം നിയമ നടപടിയിലേക്ക് പോകുന്നു എന്നതാണ് EP ജയരാജൻ നടത്തുന്ന വിശദീകരണം. പുസ്തകമില്ല, താൻ പുസ്തകം എഴുതുന്നുണ്ട്, പക്ഷേ ഈ പുസ്തകം അതിൻ്റെ എഴുത്ത് ജോലികളിലാണ്, പക്ഷേ അത് പ്രസിദ്ധീകരണ യോഗ്യമായിട്ടില്ല എന്നതാണ് EP ജയരാജൻ നമ്മളോട് വ്യക്തമാക്കിയ കാര്യം. അതേസമയം DC അധികൃതർ ഇത് സംബന്ധിച്ച് നമ്മോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം, പുസ്തകമുണ്ട്, പുസ്തകം പ്രസിദ്ധീകരണത്തിന് സജ്ജമായി, എല്ലാ പേപ്പറുകളും സജ്ജമായി, ഇന്ന് തന്നെ അത് പുറത്തിറങ്ങുമെന്നാണ് അവർ വിശദീകരിക്കുന്ന കാര്യം. എന്നാൽ അതൊരു ഔദ്യോഗിക വിശദീകരണമായി ഈ DC ബുക്സിൻ്റെ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടുമില്ല. അതാണ് നിലവിലുള്ള സാഹചര്യം. എന്തായാലും EP ജയരാജൻ അദ്ദേഹത്തിന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ചിത്രം. അതാണ് പ്രധാനപ്പെട്ട ഒന്ന്. വിവാഹത്തിന് മുന്നിൽ പ്രത്യേക താല്പര്യമുണ്ട് എന്ന് EP ജയരാജൻ
പറയും. നമുക്ക് അല്പം കൂടി ഒന്ന് കാത്തിരിക്കേണ്ടി വരും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരാൻ. ഏതായാലും പ്രസാധകർ ഇങ്ങനെ പുസ്തകമുണ്ട് എന്നും അത് ഇന്ന് തന്നെ പുറത്തിറങ്ങുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. അവരുടെ ഒരു ഔദ്യോഗിക വിശദീകരണം കൂടി വേണം. കാരണം ഇത്രയധികം വിവാദമായ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് തന്നെ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരാൻ അല്പം കൂടി കാത്തിരിക്കണം. ജയരാജൻ എന്തായാലും പൂർണ്ണമായും നിഷേധിക്കുകയാണ്. പുസ്തകം താൻ എഴുതി തീർന്നിട്ടില്ല, പുസ്തകമില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷേ പുസ്തകം എഴുതി തീർന്നിട്ടില്ല, അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. പുസ്തകം താൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, താൻ വീട്ടിലിരുന്ന് പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയുന്ന പശ്ചാത്തലം ഏറെ പ്രധാനമാണ്. ഏതായാലും വലിയൊരു രാഷ്ട്രീയ വിവാദമായി ഈ തെരഞ്ഞെടുപ്പ് ദിവസം EP ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടയും ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന പുസ്തകം മാറുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് തിരിച്ചു പോകണം. വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ്